ഹൃദയവും ആ അമ്മ ഇന്നലെ പെണ്ണും കാണാൻ പോയ കഥയൊന്നും കേട്ടില്ലല്ലോ. അവളെ കാണേല നിങ്ങളുടെ അമ്മ മൂക്കും കുത്തി അങ്ങ് വീണ്. എൻ്റെ പൊന്നോ, ആ തറവാടൊന്ന് കാണണം. 10-22 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഉണ്ടാവും. നിന്നെ ഞാൻ അവൻ്റെ കൂടെ പറഞ്ഞു വിട്ടത് അവിടുത്തെ സ്ക്വയർ ഫീറ്റ് നോക്കാനല്ല, അവനൊന്ന് പെണ്ണ് കാണാൻ കൂട്ടുവാനാ. ആ ആ എടാ, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് കയറി വാളിയാ. എൻ്റെ ഈ കലിപ്പില്ല. അയ്യോ. ആ ഞാനേ അടുക്കളയിലേക്ക് കയറി വരായിരുന്നു. അപ്പോഴാണ് നീ ഇങ്ങനെ തള്ളുന്ന കണ്ടേ. കിട്ടിയല്ലേ അമ്മയുടെ കയ്യിൽ നിന്ന്. സാരമില്ല, കിട്ടേണ്ടതായിരുന്നു. നിനക്ക് അല്ലെങ്കിൽ ഇച്ചിരി തള്ളു കൂടുതലളിയാ. പിന്നെ പെണ്ണിന് എനിക്കിഷ്ടപ്പെട്ടമ്മേ. പറയണോടാ, പറയണം. നീ തന്നെ ഇത് പറയണം. നിൻ്റെ എല്ലാ കോമാളിത്തരത്തിനും കൂട്ടു നിൽക്കുന്നതിന് എനിക്കിത് കിട്ടണം. കൊള്ളാം അളിയാ, കൊള്ളാം. അങ്ങനെ പറയില്ല അളിയാ. ചേടാ, നീ ഇങ്ങനെ പിണങ്ങല്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. നീ എന്ത് പറഞ്ഞാലും അതാണ് സത്യം എന്ന് എല്ലാവരും വിചാരിച്ചോളാം. അതെ, രണ്ടുപേരും കൂടെ എൻ്റെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോണം പ്ലീസ്. അപ്പുറത്ത് വരും സംസാരിക്കുക. എനിക്ക് മര്യാദക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ല. കള 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 എന്ന് കുറേ നേരമായി. രാവിലെ ഞാനും ജാനകിയും കൂടി ഫോൺ വിളിച്ചുമ്പോൾ സംസാരിച്ചതാണ്. അപ്പോൾ അവളാ പറഞ്ഞേ ഇന്ന് മീനുമോളുടെ പിറന്നാളാണെന്ന്. ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ട് അവൾക്കൊരു വിഷയം അങ്ങ് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട. ആ ഞാൻ അവൾക്ക് അമ്പലത്തിൽ പോയി ഒരു വഴിപാട് കഴിപ്പിച്ചാലോ? അല്ല, അതിനവളുടെ നാളൊന്നും എനിക്കറിയില്ല. എന്താ ഇതൊന്നും വേണ്ട. നമുക്ക് അവൾക്കൊരു മെസ്സേജ് അയക്കാം. ഹാപ്പി ബർത്ത്ഡേ മിനിമോൾ എന്നും പറഞ്ഞുകൊണ്ട്. എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നുകളിയാ, താൻ പൊട്ടനാണല്ലോ. ഞാൻ അങ്ങനെ ബ്രേക്കുന്നതാണോ? എടോ, എൻ്റെ അടുത്ത് എവിടെ നിന്നാടോ ഉള്ള നമ്പർ? അതുമല്ല, അവളുടെ അച്ഛനെ വിളിച്ച് ചോദിക്കുകയെന്ന് വെച്ചാൽ വേണ്ട, ക്രിഞ്ചാവും. വേണ്ട. ക്രിഞ്ചെന്ന് ഈ കണക്കിന് കല്യാണം കഴിഞ്ഞാൽ നീ അവളെ വിളിക്കുക പോലും ഇല്ലല്ലോ, ക്രിഞ്ചാന്നും പറഞ്ഞുകൊണ്ട്. ഓ, ഇവനെ പോലെ തന്നെയാ ഇവളുടെ ചേച്ചി കൃഷ്ണ. ആര്? എൻ്റെ ഭാര്യ, നിൻ്റെ ചേച്ചി. അവള് ക്രിഞ്ചാന്നും പറഞ്ഞ് ഇപ്പം എൻ്റെ ബെഡ്റൂമിൽ പോലും കയറ്റാറില്ല. ഈ ക്രിഞ്ച് ആരെ കണ്ടുപിടിച്ചേ? ഓ, കുറേ നേരമായല്ലോ. ഒന്നും വേണ്ട, ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തോളാം. ആ, അവൾ സ്വീകരിക്കുമെന്നാ? അല്ലെങ്കിൽ വേണ്ട, ഒന്നും വേണ്ട. ഞാനേ അമ്പലത്തിൽ പോയി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ക്രിഞ്ചാവില്ലല്ലോ. ആ, അത് നല്ലൊരു ഇതാ മോനെ. അതാവുമ്പോൾ നീ അവിടെ വെച്ച് എന്ത് ക്രിഞ്ചായിട്ട് പറഞ്ഞാലും ദൈവങ്ങൾ പരാതി പറയാൻ പോകുന്നില്ലല്ലോ. അത് പിന്നെ അമ്മ ഒന്ന് പൊക്കി അമ്മ. അല്ലമ്മ, ചാരു എന്തേ? അവൾ അനക്കമൊന്നുമില്ലല്ലോ. പഠിക്കാന്നാ തോന്നണേ. എന്ത് പറ്റിയവക്ക്? ചെരിയെടുത്ത് ചാരം, ചെരിയെടുത്ത് പൊക്ക. നിനക്കെന്തടാ? അവൾ പഠിക്കട്ടെ. ഇന്നലെ അവളുടെ റൂമിൽ കയറിയപ്പോൾ ഞാൻ ബുക്ക് എടുത്തുമ്പോൾ നോക്കി, അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടി പറക്കുന്നടാ. അപ്പം ഞാനാ പറഞ്ഞേ മോൾ ഇച്ചിരി നേരം ഇരുന്ന് പഠിക്കുന്നു. അല്ലാണ്ട് ഓഹോ, അതാണ് കാര്യം. ഞാൻ വിചാരിച്ച എൻ്റെ അനിയത്തി നന്നായെന്ന്. ആ, അത് പോട്ടെ, ഞാനേ കുളിച്ചിട്ട് വരാം. അമ്പലത്തിൽ പോകണ്ടാണേ. അല്ലെങ്കിൽ നീ വരുന്നുണ്ടെങ്കിൽ വാ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ നട അടച്ചു പോകും. വിശ്വേട്ടാ, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ അവളുടെ മുന്നിൽ മുഖപ്രസാദവും ഞാൻ കണ്ടില്ല. ഇനി അതർവ് മോനെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ആവോ എനിക്കറിയില്ല. നീ ഒന്ന് പോയിടി, പീഡിപ്പിക്കാതെ. അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതർവ് മോനെ ആർക്കും ഇഷ്ടപ്പെടാത്തത്? എനിക്ക് വരെ ഇഷ്ടപ്പെട്ടു. നല്ല സ്വഭാവം, പക്വത, എഡ്യൂക്കേഷൻ എല്ലാം ഉണ്ടല്ലോ. അമ്മ, അച്ഛാ, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാവേ. പിറന്നാളായത് കൊണ്ടൊന്നുമല്ല, കുറേ നാളായി പോയിട്ട്. നിത്യ ഞാൻ കൊണ്ടുപോകാം കേട്ടോ. അമ്മാനോട് വിളിച്ച് പറഞ്ഞേക്ക്. ഓ, അതിനെന്താ, എൻ്റെ മോള് പോയിട്ടോ. നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ, മോക്ക് വേണ്ടി തന്നെ. ആ, നിത്യയുടെ കാര്യം ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. കൊണ്ടോക്കോ നീ. ചേച്ചി വാ, പോവാം. ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഓ, കുളിച്ച് കഴിഞ്ഞോ തമ്പുരാട്ടി? എന്നാ വാ, ഇറങ്ങാം. അതെ, അവിടെ കുറേ നേരം കറങ്ങി തിരിഞ്ഞ് നിൽക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. നല്ല മഴക്കാറുണ്ട്. നീ അവിടെ നിന്നോളാം, ഞാൻ തിരിച്ചു പോരും അങ്ങനെയാണെങ്കിൽ. അളിയാ, വാ, ഇറങ്ങാം. ഏട്ടാ, നിൽക്ക് പോലെ ഞാനുണ്ട്. ഇപ്പം തന്നെ റെഡി ആയിട്ട് വരാം. ഒരു 5 മിനിറ്റ്.
അമ്മേ ഇവളോട് വരണ്ടാന്ന് പറ. ഇവളിനി ഒരുങ്ങി വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും. നട അടച്ച് പോയി ഇപ്പം തന്നെ ഒരുപാട് വൈകി. ഒന്ന് കൊണ്ടുപോടാ, എനിക്കെങ്കിലും കുറച്ച് സമാധാനം ഉണ്ടാവട്ടെ. ആ ഏട്ടാ കഴിഞ്ഞു, വാ പോവാം. എൻ്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ? ആ അമ്പലത്തിലേക്കുള്ള ബസ്സും പിടിച്ച് പോയാൽ പോരായിരുന്നോ? ഇങ്ങനെ ഒരു നടക്കാൻ മടിയുള്ള പെണ്ണിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എടി, ഈ അടുത്തുള്ള അമ്പലത്തിലേക്ക് എന്തിനാ ബസ് പിടിച്ച് പോണത്? ഈ ഇടവഴി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. അതുപോലെ നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരേണ്ടത്. നമ്മൾ എത്താറായി. ഇതേത് അമ്പലാ ചേട്ടാ? ഞാൻ ഇതുവരെ പാലക്കാട് ഈ അമ്പലത്തിൽ വന്നിട്ടില്ല. ആരാ പറഞ്ഞേ നീ വന്നിട്ടില്ല എന്ന്? നീ വന്നിട്ടുണ്ട്, പക്ഷെ നീ അന്ന് കുഞ്ഞായിരുന്നു. എനിക്കന്ന് 10 വയസ്സ്. ഇത് പാലക്കാട് തന്നെ ഫേമസ് ആയൊരു ക്ഷേത്രമാണ്, ശ്രീവെങ്കപ്പുര ക്ഷേത്രം. ശരിയാ നീ പറഞ്ഞത്, നല്ല അടിപൊളി അമ്പലം. എടാ ദേ അതാരോ വരുന്നേ നോക്കി. ദേ ചേച്ചി, ചാരു എൻ്റെ ഒപ്പം പഠിക്കുന്ന കുട്ടിയാ. ഇവളുടെ ഏട്ടനാണോ ഓതർവ്? ഓ ആണോ? എന്നാൽ പിന്നെ നീ പോയി സംസാരിച്ചിട്ട് വാ. ഞാൻ നട തുറക്കാറായി, ഞാൻ പോയി തൊഴുതിട്ട് വരാം. നീ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ ഏതായാലും അങ്ങോട്ട് വരുന്നില്ല. എൻ്റെ പൊന്നു ചേച്ചി, അവർ നമ്മളെ കണ്ടു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ എന്ത് വിചാരിക്കും? ഇങ്ങോട്ട് വന്നേ. ദേ അതർവേട്ട ചേച്ചി ഇതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാ. ആ, അത് തന്നെ എൻ്റെ പ്രശ്നം. അയാളെ നോട്ടമേ ശരിയല്ല. എനിക്കിതൊന്നും ഒട്ടും പിടിക്കുന്നില്ല. ഞാനൊന്നും വരുന്നില്ല അങ്ങോട്ട്. എടി ശരി, അവർ നോക്കുന്നുണ്ട്. നമ്മ പോയിട്ട് വരാം. അളിയാ ദേ അവർ രണ്ടുപേരും കൂടെ വരുന്നുണ്ട്. ഇവനിത് എടാ വായടക്കി വെറുതെ നാണക്കേടാക്ക. എൻ്റെ ദൈവമേ, ഈ പെണ്ണിന് എന്തൊരു ഭംഗിയാ. ബാംഗ്ലൂരിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ എണ്ണങ്ങളെ. എന്തിനു കൊള്ളാം. പക്ഷെ എൻ്റെ പൊന്നളിയാ, അവള് ചുറ്റൊന്നും കാണാൻ പറ്റും. ആ ചാരു, എടി അതർവേട്ടൻ നിൻ്റെ ഏട്ടനാണോ? ആ മോളെ, ഈ മുതൽ എൻ്റെ ഏട്ടൻ തന്നെയാണ്. ആ മീനേച്ചി, എന്തൊന്നും മിണ്ടാത്തത്? അപ്പോൾ ഇതാണല്ലേ എൻ്റെ ഭാവി ഏട്ടത്തിയമ്മ. എന്താണോ ഒന്നും മിണ്ടാത്തേ? മീനുവൻ ഈ സാരി നന്നായി ചേരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സ്ഥിരം ഈ അമ്പലത്തിലാണ് വരാറ്? മീനു ഹാപ്പി ബർത്ത്ഡേ. അമ്മ പറഞ്ഞു മുമ്പ് തൻ്റെ പിറന്നാളാന്ന്, അതുകൊണ്ടല്ലേ ഈ അമ്പലത്തിൽ വന്ന്. ചുമ്മാ എന്താ? ഇപ്പം തന്നെ ചേച്ചിക്ക് മനസ്സിലായി കാണും, ഇങ്ങനൊരു പൊട്ടൻ തന്നെ. താങ്ക് യു അതർ. നമുക്കൊന്ന് തൊഴുതാലോ? ദേ ഇപ്പം തന്നെ നട തുറക്കും. പിന്നെ ചാരുമോളെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. എൻ്റെ ഭഗവതി, ഈ നിൽക്കുന്ന പാവം എൻ്റെ പെണ്ണിൻ്റെ പിറന്നാളായിരുന്നു. അവളെ കാത്തോളേ ദൈവമേ. ക്രിഞ്ചാണെന്നൊന്നും തോന്നണ്ട. പിന്നെ അവളെ എനിക്ക് തന്നെ തരണേ. ആഹാ, ഇത്രയും കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ ഏതെങ്കിലും ഒന്നല്ലേ ദൈവം നടത്തരുള്ളൂ. പിന്നെ ഈ ക്രിഞ്ചാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് വെറുതെ പറയാൻ പോകുന്നത്? എന്തായാലും കൊള്ളാം. എൻ്റെ ഭഗവതി, എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ.
എൻ്റെ അവനിത് എവിടെയാണെങ്കിലും എത്രയും വേഗം അവൻ എൻ്റെ അടുത്ത് എത്തിക്കണമേ. അവൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കണമേ ഈശ്വര. ഇവിടെ ഏതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ബോർഡൊന്നും കാണാനില്ലല്ലോ. ഇതൊക്കെ എവിടെ കൊണ്ടുപോയി വെച്ചേക്കണാവും. ഹലോ, ഇതെന്താണ് ഇവിടെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? അല്ല, താൻ കമ്പനിയിലെ പുതിയ ആളല്ലേ? എന്താ കമ്പനി കയറാത്ത വന്നിട്ട്? നിങ്ങൾ മിസ്റ്റർ അഭിമന്യു റൈറ്റ്? അതെ, അഭിമന്യു ആണ്. നിങ്ങൾ മിസ്റ്റർ അവനീത് അല്ലേ? പിന്നെ നോക്ക് അവനീത്, ഇവിടെ ജോലിക്ക് നല്ല ആത്മാർത്ഥത വേണം. അതെനിക്കില്ല, പക്ഷെ തനിക്കത് വേണം. ഇവിടുത്തെ CEO കല്യാണം പ്രമാണിച്ച് ലീവാണ്. ഓ, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരാൻ പോകുന്നില്ല. ഓക്കെ, CEO ലീവാണല്ലേ? അത് കുഴപ്പമില്ല. എങ്കിൽ വരും അവനീത്, ഞാൻ ഇവിടെയൊക്കെ പരിചയപ്പെടുത്താം. പിന്നെ ഇന്ന് 4 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? ഓ ഓക്കെ വാ, എന്നാൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് തീർക്കാം. എന്നാൽ പിന്നെ പോവാം. അല്ല നിത്യമോളെ, നിങ്ങളെങ്ങനെയാണ് വന്നത്? ഞങ്ങൾ നടന്ന ഏട്ടാ വന്നത്. എന്നാ ബാ, ഏട്ടൻ കൊണ്ടാക്കി തരാം. ഇനി ഏതായാലും രണ്ടുപേരും നടന്നൊന്നും പോകാൻ നിൽക്കണ്ട, കുറച്ച് നടക്കാനുണ്ടല്ലോ അങ്ങോട്ട്. അല്ല ചാരു? അത് തന്നെ, ഇനിയിപ്പോൾ നടന്നൊന്നും പോകാൻ നിൽക്കണ്ട. മീനേച്ചി, എടി നീ വന്ന് കയറിക്കേ. ആ ആ ആ വാ പോവാം. മോളെ ചാരു, അതൊന്നും വേണ്ടടാ, ഞങ്ങൾ നടന്നു നോക്കോളാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നടക്കാനുള്ളൂ. ഇങ്ങോട്ട് നടന്നല്ലേ വന്നത്. വെറുതെ നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട, കുറച്ച് പോയാൽ മതി. ഞങ്ങളങ്ങ് പൊക്കോളാന്നേ. ആർക്ക് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുള്ളൂ നിങ്ങളെ കൊണ്ടാക്കണേന്. ഇവിടെ നിന്ന് കുറച്ചല്ലേ അങ്ങോട്ട് പോകാനുള്ളൂ. വാ, വന്ന് കയറിക്കേ. ഇനിയിപ്പോൾ നടന്നൊന്നും പോകാൻ നിൽക്കണ്ട. അതുമല്ല, മഴക്കാറൊക്കെ ഉള്ളതാണ്. വന്ന് കയറി മീനോ, കളിക്കാതെ. ഇങ്ങനെ കൊണ്ട് തോറ്റല്ലോ, പറഞ്ഞാലും മനസ്സിലാവൂലേ? വേണ്ട, അത് ഞങ്ങൾ പൊക്കോളാന്നേ. എന്തിനാ വെറുതെ? ഞങ്ങൾ പൊക്കോളാം, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. മോളെ ചാരു, ഏട്ടനെ വിളിച്ചിട്ട് പോ. ഓഹോ, പൊന്നുമോൾ അത്രയ്ക്കായോ? എന്നാലേ നിന്നെ ഇന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകാതെ ഞാൻ ഈ അമ്പലത്തിൽ നിന്ന് പോകുന്ന പ്രശ്നമില്ല. മോളെ, വിഷ്ണു ഏട്ടനെ വിളിച്ചിട്ട് വീട്ടിൽ പൊക്കോ. ഞാൻ ഇവിടെ നിന്ന് വരുന്നില്ല. ഓഹോ, താൻ ഈ അമ്പലപ്പറമ്പിൽ തപസരിക്കാൻ പോവാ? തനിക്കിത് എന്നാത്തിൻ്റെ കേടാ? വന്നു അല്ല, കാറി കയറി പോവാൻ നോക്ക്. ഷടാ, ഇതുവരെ കഷ്ടമായാലോ ദൈവമേ. അതേടി, ഞാൻ തപസ്സരിക്കാൻ പോവാ. ഞാനേ നീ വരുന്നില്ല. നീ പൊക്കോ, എങ്ങടാന്ന് വെച്ചാൽ പൊക്കോ. ഓക്കെ ഫൈൻ. ഇനിയിപ്പോൾ ഞാൻ വന്നില്ല എന്ന് വെച്ചാൽ തൻ്റെ വേരൊന്ന് ഉറച്ചു പോകണ്ട ഇവിടെ ഇരുന്ന്. വാ, വന്ന് കയറാൻ നോക്ക്. ആ മോനെ ജാനകി, ഇതേ നമ്മൾ പ്രതീക്ഷ ആളെത്തി കേട്ടോ. അഥർവ്വമോ വന്നേ. എൻ്റെ പൊന്നുമോനെ, ഇത് നിൻ്റെ കാര്യം തന്നെയായിരുന്നു ഇവിടെ പറച്ചിൽ. എന്തായാലും വന്നതിലുള്ള സന്തോഷം കണ്ടു കേട്ടോ. അത്രപ്പ് മോനെന്നല്ല, ഉടുമ്പ് മോനെന്നാണ് വിളിക്കേണ്ടിയിരുന്നത്. ഉടുമ്പിനെ പോലെയാണല്ലോ, ഒറ്റ പിടിച്ചപ്പനെ വിടില്ല. ഒരു കണക്കിന് അങ്ങനോട് ഞാൻ പറഞ്ഞതാ വരുന്നില്ല. അപ്പം മുന്തളി കൊണ്ടുവന്നതാ. എടി പെണ്ണെ, ഒന്ന് പതുക്കെ പറ, അവർ കേൾക്കും. നിങ്ങൾ ഇങ്ങോട്ട് നടന്ന് വരണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ അവൻ കൊണ്ടുവന്നാക്കിയത്? അതുമല്ല മഴക്കാരുണ്ട്. ഒരു സഹായം ചെയ്യുമ്പോൾ ഇങ്ങനെയാണോടി പറയേണ്ടത്? നല്ല സ്വഭാവം മീനു, കൊള്ളാം. ആൻറ്റി, ഞങ്ങൾ 3 പേരും ഒന്ന് പോവാണ് കേട്ടോ. ഇപ്പം തന്നെ ഒരുപാട് വൈകി. മോളെ ചാരു, വിഷ്ണുവേട്ടാ, വാ പോവാം. ആഹാ, അങ്ങനെ അങ്ങ് പോവാൻ ഞാൻ സമ്മതിക്കില്ല. 5 ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഇനിയിപ്പോൾ ഏതായാലും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് പോയാൽ മതി. ഇല്ലില്ല, ഇപ്പം ഒന്നും പോകാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. പോണ്ട. ഹോ, അയാൾ കാരണം ഒന്ന് കഷ്ടപ്പെട്ടത് ഞാനാ. അയാൾക്കൊന്ന് മനസ്സിലായിക്കൂടെ? കാറിൽ കയറിയൊക്കെ ഇരുന്നാൽ എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കല്യാണം ഉഫ്, എനിക്ക് വയ്യ. എന്താ മീനു ഒറ്റയ്ക്കിടുമ്പോഴ് സംസാരം? എന്നെ പറ്റി ആലോചിക്കായിരിക്കല്ലേ? അതെ, തന്നെ എങ്ങനെ കൊല്ലാമെന്ന് ആലോചിക്കായിരുന്നു. ഒന്നുമില്ല തർ, ഞാനൊന്നും ആലോചിച്ചില്ല. ചുമ്മാ ഇങ്ങനെ ഇരുന്നത് പോയതാ, വേറൊന്നുമില്ല. അത് ചുമ്മാ. എനിവേ ലിവിൻ, ഞാൻ തനിക്കൊരു സാധനം തരട്ടെ. തരുമ്പോൾ മേടിക്കാതിരിക്കരുത്. ഞാൻ ഇരുന്നാൽ കൊല്ലും ഞാൻ. ഓക്കെ, തരുവാണേ. എന്താണാവോ? അത് ഇതെന്താ റിങ്ങോ? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചത്? ഇത് അപ്പുറത്തെ വീട്ടിലെ പൊന്നമ്മ ചേച്ചിയുടെ ബർത്ത്ഡേ ആണേ, അവർക്ക് മേടിച്ചതാ. ഓഹോ, പൊന്നമ്മ ചേച്ചിക്ക് മേടിച്ചാണെങ്കിൽ പിന്നെ ഇതിനെ എന്നെ കാണിക്കാൻ നിൽക്കുന്നത്? നേരെ കൊണ്ടേ കൊടുത്താൽ പോരെ? ഒരൊറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ പെണ്ണെ.
നിനക്ക് മേടിച്ചാടി. അന്ന് ഞാൻ നേരത്തെ ഇറങ്ങിയില്ലായിരുന്നു ഒരു സാധനം മേടിക്കാൻ, അപ്പം മേടിച്ചതാ. ആ താങ്ക് യു അവനീത്. ആ വനീത, ഇതിൻ്റെ അടുത്ത് നിനക്ക് അൽഷിമേഴ്സും വന്നോ? എടി ഞാൻ അതർവാടി, പേരും ഇപ്പം മറന്നുപോയാ നീ? ഓ ഓ ഓ ഓ സോറി. അത് ഞാൻ പെട്ടെന്നേ. താങ്ക് യു അദർ, താങ്ക് യു സോ മച്ച്. അഥർവ മോനെ, ചാരുമോളെ, മീനു എല്ലാവരും വന്നേ, ഫുഡ് കഴിക്കാം, ഭക്ഷണമായിട്ടുണ്ട്. ആ, എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ? ഓഫ്, അടിപൊളി ഫുഡാണ് കേട്ടോ ആൻറ്റി. നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. സത്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെമ്മീൻ റോസ്റ്റ് മീൻകറിയുമാണ്. ആ മീൻകറിയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാം ആൻറ്റി. പൊന്നു മോനെ, നീ അത് മാത്രം ചോദിക്കരുത്. ഇവള് വെളുപ്പിന് വരെ റെസിപ്പിയുടെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കും ഇനി. നിങ്ങൾക്കല്ലെങ്കിൽ എൻ്റെ കറിയോടൊക്കെ പുച്ഛമല്ലേ, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോ. മോനെ, റെസിപ്പി ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തോളാം. അയ്യോ, ഇനി രണ്ടാളും കൂടി തുടങ്ങണ്ട, വാട്സപ്പ് ചെയ്താൽ മതി ആൻറ്റി. എടാ ചെറുക്ക, ഇനി നീ എന്നെ ആൻറ്റി എന്ന് വിളിച്ചാൽ ഉറപ്പായിട്ട് മോനെ നീ ആ ഭിത്തിയുടെ സ്റ്റിക്കറാവും. മര്യാദക്ക് അമ്മയെന്ന് വിളിച്ചോണം. അയ്യോ, സ്റ്റിക്കറാക്കല്ലേ അമ്മേ. അതെ, എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്കൊരു കളി കളിച്ചാലോ? ആ വാ കളിക്കാം. ആ നിങ്ങളെന്നാ കളിച്ചോ, ഞാനില്ല കേട്ടോ, ഞാൻ പോട്ടെ എന്നാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ഇല്ലാതെ എന്ത് കളി മീനു? പോകാൻ പറ്റില്ല. ബാ കളിക്കാം. എല്ലാവരും വട്ടം കൂടിയിരിക്കും. എന്ത് കളിയുമ്പോൾ ഞാൻ പറയാം. എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കേ കാലമാടൻ. ഓഫ്, അവൻ്റെ കുഞ്ഞമ്മയുടെ ഒരു കളി. ഇനിയിപ്പോൾ കളിക്കാം, അല്ലാണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ഇതാണ് കളി. നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഈ പില്ലോ ഇല്ലേ, ഈ പില്ലോ ഇങ്ങനെ റൗണ്ടായിട്ട് എല്ലാവരുടെ അടുത്ത് കറങ്ങി വരും. ഇവിടെ ഒരു പാട്ട് വയ്ക്കും. ആ പാട്ട് തീരുമ്പോൾ ആരുടെ അടുത്താണോ ഈ പില്ലോ വരുന്നത്, അപ്പോൾ നമ്മളൊരു വിഷയം പറയും. ആ വിഷയത്തിന് അയാൾ പാട്ട് പാടണം. ഇതൊരു അക്ഷരം വെച്ചിട്ടല്ല, വിഷയം വെച്ചിട്ട്. അത് കൊള്ളാം, നല്ല കളി. ഇവൻ്റെ തലയിൽ ഉദിച്ച കളിയല്ലേ, മോശം വരില്ല. ഇനി നീ വാ തുറന്ന ഇവിടെ ബാക്ക് വശത്തുള്ള ചാണക്കുഴി കൊണ്ട് ഇതിനെ മുക്കി പിടിക്കും ഞാൻ. മിണ്ടോണ്ട് അവിടെ ഇരുന്നു. അപ്പം കളി തുടങ്ങാം. മോനെ കളിയാ, നിൻ്റെ പ്ലാനൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവളെ കൊണ്ട് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ മീന് പാടേണ്ട വിഷയം കാർമുകിൽ. അതിന് ഞാനാണോ പറയേണ്ടത്? കണ്ണ് തുറന്ന് നോക്ക്, പില്ലോ നിൻ്റെ കയ്യിലാ മോളെ. ഇല്ല, ഇത് കള്ളക്കളിയാ. ഇത് ഇയാളുടെ ചീറ്റിങ് അമ്മ. ഞാൻ പാടൊന്നുമില്ല, എനിക്ക് പാടാൻ അറിയത്തുമില്ല. എന്ത് കളകളി? ഒരു കളക്കളിയില്ല. 4ാം ക്ലാസ്സിൽ വെച്ച് പാട്ടിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ചോളാം. മര്യാദക്ക് പാടിക്കാം, നല്ല അടി വെച്ചിരുന്നേ. ഞാൻ പാടാം. ഇതാണെന്ന് എനിക്ക് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞേ. അടിപൊളിയായിട്ട് പാടിയല്ലോ അല്ലേ അളിയാ? അളിയ, എന്തൊരു മഴയാ, നമ്മളെങ്ങനെ പോവും? എങ്ങനെ ഡ്രൈവ് ചെയ്യും നീ? ഈ മഴ ഇനിയിപ്പോഴും കുറയൊന്നുമില്ല. ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ രാത്രി എങ്ങാനും പോവാം. മക്കളവിടെ എങ്ങാനും ഇരിക്കും. മക്കളെ, നിങ്ങളെന്നാ ബാക്കി കളിച്ചോ, ഞാൻ ഇച്ചിരി നേരം പുറത്തിറങ്ങി നിൽക്കട്ടെ.
എടാ അളിയാ ഞാനേ നീയും പുറത്തിറങ്ങി നിൽക്കട്ടെ എന്നായിരിക്കുമല്ലേ? എന്ത് രസമായി മഴ കാണാൻ. എനിക്ക് അവൻ്റെ തന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു. അവനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്തായെന്നോ. ഈ മഴ മാത്രമല്ലടോ, പ്രകൃതിയിലുള്ള എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അതിനപ്പുറത്തേക്ക് ഇത് പരസ്പരം പ്രണയിക്കുന്നതും കൂടി ഉണ്ടല്ലോ. പ്രണയം? ആ, പ്രണയം. ഉദാഹരണത്തിന് മഴ ഭൂമിയെ പ്രണയിക്കുന്നത് പോലെ, മലനിരകൾ മേഘങ്ങളെ പ്രണയിക്കുന്നത് പോലെ, കടൽ കരയെ പ്രണയിക്കുന്നത് പോലെ, ഞാൻ തന്നെ പ്രണയിക്കുന്നത് പോലെ. ണയും